ലാസ്റ്റ് വന്ന് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ അതിൻ്റെ കാര്യങ്ങൾ എന്താ അവിടെ നടക്കുന്നത്, ഇതിന് എന്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ആദ്യത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ദിസ് ഈസ് സ്നേഹ. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ്. 50-ന്ന് 500 ആയത് അത്ര എളുപ്പത്തിലല്ല. എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അത് 50-ന്ന് 500 എത്തി. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു പറയാണ്. 50 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ വീഡിയോ ഇടണ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സിലും അങ്ങനെയായിരുന്നു. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ആരുടെ അടുത്തും പറയാണ്ട്, വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പറയാണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആകെ എൻ്റെ അറിയണ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും എനിക്കില്ലാത്തതുകൊണ്ട് അത് എനിക്കിങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ആവുമോ, എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ, പ്രത്യേകിച്ച് അറിയാത്ത ഒരാളാണല്ലോ, ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ആരും ആ വീഡിയോ കാണാനുണ്ടായിരുന്നില്ല. ആരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഒരു ചാനലുള്ളത്. അത് എൻ്റെ ഒരു മടി കൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അങ്ങനെ ഒരു 300 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പേടിയെന്ന് പറയുമ്പോൾ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ കളിയാക്കുമോ, എന്താ പറയുക, വീഡിയോസ് കണ്ടിട്ട് എന്താ പറയുക. അത്രയും കാലം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നല്ലതാണോ ചീത്തതാണോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. കാരണം അറിയണ ആരും ഇത് കാണുന്നില്ലല്ലോ. അങ്ങനെ ഇത് കണ്ടപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ഞാനത് റിവീൽ ചെയ്തത്, ഇങ്ങനെ ചാനലുണ്ട് എന്നുള്ളത്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് എല്ലാവരുടെ റെസ്പോൺസാണ്. എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ഈ ദിവസം വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ലതാണ്, രസമുണ്ട്, അടിപൊളിയാണെന്നാണ് എല്ലാവരും ഇത്രയും ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ എല്ലാവരുടെ അടുത്തും, എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും ഞാനിപ്പോൾ താങ്ക് യു പറയാണ്. ഞാനിങ്ങനെ ചാനലുള്ള കാര്യം റിവീൽ ചെയ്യണ സമയത്ത് നിങ്ങളാരെങ്കിലുമൊക്കെ ഇതെന്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിർത്തിയേക്കാം, എന്തിനാ വെറുതെ എന്നുള്ളൊരു രീതിയിൽ നിർത്തിയേക്കാം. പക്ഷെ എനിക്കിങ്ങനെ വീഡിയോസിൽ ഇഷ്ടമാണ്. ചിലപ്പോൾ നിർത്തിയേക്കാം, ചിലപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും എന്തായാലും. പക്ഷേ ഇന്നേ വരെ എൻ്റെ അടുത്തും ആരും ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ മനസ്സിൽ ഡ്രോയിങ് റിലേറ്റഡ് കണ്ടൻസ് ഇടാം, ഡ്രോയിങ് വീഡിയോസ് മാത്രം ഇടണ ഒരു ചാനൽ, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അന്ന് ഞാൻ ആ വീഡിയോ ഇടണ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും അറിയില്ല. എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എന്താ അവിടെ നടക്കുന്നത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നു. യൂട്യൂബിനെ കുറിച്ചും യൂട്യൂബിൽ കണ്ടൻറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്നായിട്ട് ഞാൻ പിന്നെ പതുക്കെ പഠിച്ച് വന്നു. അതും യൂട്യൂബിൽ നിന്ന് പല വീഡിയോസും കണ്ടിട്ടൊക്കെ തന്നെയാണ്. അങ്ങനെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡ്രോയിങ് വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. എനിക്കങ്ങനെ ഞാൻ ഡെയിലി ഇങ്ങനെ വരയ്ക്കണ ഒരാളല്ല. അപ്പോൾ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡെയിലി വീഡിയോ ഇടുക, അതും ഡ്രോയിങ് കണ്ടൻറ്റ് മാത്രം ഇടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, അങ്ങനെയുള്ള പല ചാനലുകളും ഉണ്ട്, എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു ബോറിങ് പരിപാടിയായിട്ട് തോന്നി, ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഇടാന്നുള്ള പ്ലാനിലെത്തി. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കണത് ഭയങ്കര ബോറടിയാണ്. ഞാനാണെങ്കിൽ പണ്ട് ചെയ്തിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്തു. ഡ്രോയിങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ്, അതൊക്കെ ഞാൻ സ്കൂൾ ടൈമിൽ ചെയ്തിരുന്നതാണ്. അങ്ങനെ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇടാനുള്ളൊരു സ്പേസ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കണ്ടു. ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയ്ക്കും ഒക്കെ എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരൊറ്റ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഇടുമ്പോഴാണ് ക്ലിക്ക് ആവുകയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കണി കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് എന്നെ ഇഷ്ടപ്പെടുമെന്നറിയില്ല. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ ഇപ്പോഴും മടിയാണ്. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാനാണ് കൂടുതൽ മടി. വീഡിയോസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു മടി മാറ്റണം, കൺസിസ്റ്റൻ്റായിട്ട് ഇനി വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം. എനിക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ അങ്ങനെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പുതിയത് ട്രൈ ചെയ്ത് നോക്കുക,
അത് ശരിയായില്ലെങ്കിലും ശരിയായാലും നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് നോക്കുക, വീഡിയോസ് എടുക്കുക, ഇടുക. ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അതും വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യണം എന്ന് കുറേ കാലമായി വിചാരിക്കണം. അതിന് വേണ്ടി സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് പതുക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ക്രാഫ്റ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യാം. പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിലത്തെ പകുതി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പക്ഷേ എന്തായാലും അത് ഏത് കാലത്താവാനാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടായാലും ഇത് നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്കിങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോണിറ്റൈസേഷൻ ആയാലും ആയില്ലെങ്കിലും ഇത് കുറച്ച് കാലം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ഫോൺ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ എടുക്കണ ഫോൺ ഐഫോൺ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എടുക്കണ വീഡിയോ എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഒക്കെ ഓക്കെ ആണോ, ഞാൻ എടുക്കണ വീഡിയോസൊക്കെ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസും എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്, ഈ ഫോണ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എനിക്ക് നല്ലൊരു ഫോൺ എടുക്കണമെന്നുണ്ട്, നടക്കുമോ നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എന്നെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാണ്ട് ഇടയിൽ വന്നിട്ട് എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ആദ്യം തൊട്ടേ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യണ കുറേ ആൾക്കാരുണ്ട്, എന്നെ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതൊക്കെ ഞാൻ ഒരു വട്ടം പറഞ്ഞു പോയതാണ്. മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് വന്ന് നോക്കുമ്പോഴാണ് മൈക്ക് ഓഫായിട്ടുണ്ടായിരുന്നു. ഫുള്ള് മ്യൂട്ടായിട്ടാണ് വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇത് രണ്ടാമത് എടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.